എന്റെ അമ്മേ. ഗോപിയേട്ടാ, 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 പേടിക്കണ്ട, ഞാനാ പ്രേതം. പ്രേതം ടെറസിൽ വരാറില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ ബെല്ലടിച്ച്. ഓ, നീയാണ് വാതിൽ തുറക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്. പക്ഷേ മുമ്പിൽ നിൽക്കുക, മുടി അഴിച്ചിട്ട് ഈ രണ്ട് സൈഡിലുള്ള പല്ലും താഴത്തേക്കിട്ട്. അയ്യോ, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല രാമു. ഇതുകൊണ്ടല്ലേ ഞാൻ ലോഡ്ജിൽ മുറിയെടുത്ത് തന്നത്? ആ ലോഡ്ജിലെ ചെക്കൻ എന്നെ തല്ലി രാമു. എന്തിന്? ഒരു കോഴി ബിരിയാണി വേണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഈ രാത്രി 12 മണിക്കാണോടാ നിനക്ക് കോഴി ബിരിയാണി എന്ന് അവൻ. വിശന്നിട്ടല്ലേ മോനെ, ചെല്ല് ബിരിയാണി വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വെറുതെ ഒന്നും തൊട്ടുള്ളൂ. അവൻ കട്ടിലിൽ ചെന്ന് വീണ് തല പൊട്ടി ചോര വന്നെന്നും പറഞ്ഞ് എന്നെ തല്ലോട് തല്ല്. എന്നാലും നീ എങ്ങനെ ഈ പ്രേതത്തിന്റെ കൂടെ? അതുകൊണ്ടല്ലേ ഞാൻ വേറെ ഫ്ലാറ്റ് നോക്കുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലാണ് ഈ പ്രേതം കൂടുതൽ ആക്രമിക്കുക. സിറ്റിയിൽ ഇങ്ങനെ പ്രേതം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഇപ്പൊ പ്രേതങ്ങൾ കൂടുതലും സിറ്റിയിലാ. ഈ നാട്ടിൻപുറത്തുള്ള മന്ത്രവാദികളും മറ്റും ഓടിച്ചുവിടുന്ന പ്രേതങ്ങളില്ലേ, അതൊക്കെ നേരെ സിറ്റിയിലേക്കല്ലേ വരുന്നത്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ആകെ പുലിവാല് പിടിച്ച മാതിരിയായി. നാട്ടിൽ പോവാന്ന് വെച്ചാ കൈ കാശില്ല, അവിടെ ഒരു തുണ്ട് ഭൂമിയും ഇല്ല. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ. എന്നാലും ആ പരമ ദുഷ്ടൻ. ഗോപിയേട്ടാ, ഇനിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാൻ. കിടന്നോളൂ, കിടന്നോളൂ. വേണ്ട 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 വേണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം, അതൊക്കെ ഞാൻ എടുത്തോളാം. ഗോപിയേട്ട എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ പ്രേതം കുളിമുറിയിൽ നിൽക്കണു. എന്റെ ഈശ്വര, പക്ഷേ ഞാനിനി എങ്ങോട്ട് പോകും? നാട്ടിലേക്ക് തന്നെ പൊക്കോളൂ. രൂപയാണോ? എന്റെ അമ്മയ്ക്കുള്ളൊരു കത്താ. നാട്ടില് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക്. കുറച്ച് ഗോപിയേട്ടന്റെ പേരിലേക്ക് ആക്കാൻ ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോ ഒരേക്കറെങ്കിലും കിട്ടിയാ നന്നായിരുന്നു. ഒരേക്കറല്ലേ? അതൊക്കെ അമ്മയോട് പറഞ്ഞാ മതി. അല്ല, ഞാൻ കുളിക്കാതെ നല്ല വിശപ്പുണ്ട്. അതൊക്കെ വഴിന്നാവാലോ. ഇനിയിപ്പോ ഫ്ലാറ്റിലേക്ക് കയറുന്ന അപകടം. അതാണ് പ്രശ്നം. പോയിക്കോളൂ, അല്ലെങ്കിൽ പോയിക്കോളൂ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോകുന്നുണ്ട്. പ്രാർത്ഥിക്കാം. സന്തോഷം. നായരെ, ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. സ്പീഡ് 40 കഴിഞ്ഞു. ഇനി 4th ഗിയറിലിട്. 40 കഴിഞ്ഞൊന്നും നമ്മളെങ്ങനെ അറിയും? ഒറ്റ പെട വെച്ച് തന്നാലുണ്ടല്ലോ, എന്റെ അപ്പന്റെ പ്രായമുണ്ട്. എടാ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി എവിടെങ്കിലും പോയി ഇടിക്കില്ലേ? അതിനിപ്പോ ഓടുന്നില്ലല്ലോ. വണ്ടി 4th ഗിയറിലിടാ. ഇത് 4th ഗിയറാ അല്ലേ? ഇത് 1st ഗിയറാ. 3-ന്ന് നേരെ താഴോട്ട് 4 ഇടോ. അത് മാഷ് ദേഷ്യപ്പെട്ടപ്പോ അറിയാതെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഇത് ഓടുന്ന വണ്ടിയായിരുന്നെങ്കിൽ. ഓടുന്ന വണ്ടിയിൽ ശരിയാവാത്തോണ്ടല്ലേ തന്നെ ഈ പെട്ടിയിലേക്ക് പിന്നെയും കെട്ടിയെടുത്തത്. അത് തനിക്ക് ഇങ്ങനെ കിടന്നു പോണ പെട്ടി വേണോ? ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര കുജാര, ഇങ്ങിട്ട് കുജാര. വണ്ടാറടങ്ങ. പോളേട്ട, ജ്യോതി പോയിട്ടോ? ജ്യോതി നാട്ടിലേക്ക് പോയി. ഒന്നിഞ്ഞു വന്നേ. അവള് പോകുന്നതിന് മുമ്പ് പോളേട്ടനെ കാണുകയോ വല്ലതും പറയുകയോ ചെയ്തോ? എന്തേ? അല്ല, ചോദിച്ചതിന് സമാധാനം പറ. ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്തുണ്ടായി? അവൾ എങ്ങോട്ട് പോയി? നാട്ടിലേക്ക് പോയി. കല്യാണം അത്രേ, അവളുടെ കല്യാണം. അത്രേ ഉള്ളൂ. ഞാൻ കരുതി അവള് നിന്റെ സാധനങ്ങൾ വല്ലതും കട്ടുകൊണ്ട് പോയിരുന്നു. ഒരു നല്ല കാര്യത്തിനല്ലേ അവള് പോയത്. എന്നാലും പോളേട്ടനോടൊരു വാക്ക് പോലും പറയാതെ അവള് പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് 4:30-ക്കുള്ള ബസ്സിന് പോവാണ്. അതിനു മുമ്പ് ഫ്ലാറ്റിൽ വാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇത്തിരി വൈകിന്നുള്ള സത്യ. ഒരു വാക്ക് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാത്രി വണ്ടിക്ക് എമർജൻസി കോട്ട ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കായിരുന്നല്ലോ.
കല്യാണക്കാരിയൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണോ പറയുന്നത്? അതാണോ എന്റെ ഒരു മര്യാദ? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ ഉവ്വ, നീ കാര്യം പറയട ചക്ക. എനിക്കിത്തിരി വിഷമമുണ്ട് പോളേട്ടാ. നമ്മുടെയൊക്കെ ഒരു സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയല്ലേ നമ്മൾ ജ്യോതിയെ കണ്ടിരുന്നത്? ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല, നീ കണ്ടിരുന്നു. ആ, നിന്റെ അസുഖം എന്താണെന്ന് ആദ്യം തുറന്നു പറ. പ്രേമാണോ? പറയടാ. ദേ പോളേട്ടാ, ഞാൻ ജന്മനാനുള്ള ഭയം കാരണം നിനക്കത് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അവൾ അങ്ങ് പോയി. അതല്ലടാ സത്യം. സത്യം മണ്ണാൻ കട്ട. ഒരു മനഃശാസ്ത്രജ്ഞൻ വന്നിരിക്കുന്നു. ഇത്തിരി സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. രാമു അവിടെ നിന്നേ. വേണ്ടെന്ന്. നിക്കടാ. വേണ്ടെന്നേ. വേണ്ട വേണ്ട വേണ്ട, ഒരു പ്രശ്നമില്ല. ആദ്യായിട്ട് കുടിച്ചോണ്ട് പറ്റിയതാ. നിങ്ങളെല്ലാവരും ഒന്ന് മാറിയതേ. ഒന്നുമില്ല പോളേട്ടാ, കാല് തെറ്റിയതാ. അതെ, അത് തന്നെയാ പറയണേ. എന്തിനാടാ വേണ്ടാത്ത പണിക്ക് പോയത്? എന്ത് വിഷമം ഉണ്ടെങ്കിലും മനസ്സിൽ ഒതുക്കാൻ കഴിയണ്ടേ? ഇത് കുടിച്ചാണോ തീർക്ക? ഒന്നുമില്ല ഒന്നുമില്ല. ഇത് പിടിച്ചേ. മനോവിഷമം താങ്ങാനാവാതെ അവന് ഇത്തിരി കുടിച്ചു. എന്റെ അറിവില് ജീവിതത്തിലെ ആദ്യമായിട്ടാ, അതുകൊണ്ട് ഒന്ന് വീണു. പോളേട്ടൊന്നും ഉണ്ടായിരുന്നേ. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ? ഒന്നും പറ്റില്ലല്ലോ. നാളത്തെ കല്യാണത്തെക്കാൾ വലിയ പറ്റെന്താ അവന് ഈ പറ്റാനുള്ളത്? ജീവനെ പോലെ സ്നേഹിച്ചൊരു പെൺകുട്ടി വേറൊരുത്തിന്റെ ഭാര്യയാവുന്നത് കണ്ടവർക്ക് ഇവന്റെ വേദന മനസ്സിലാവൂ. ഞാൻ അവിവേകം ഒന്നും പറഞ്ഞില്ലല്ലോ. പോളേട്ടൻ വന്നേ. ഒന്ന് പറയട്ടെടാ. ഒന്നും മിണ്ടാതിരിക്കാൻ. ഒന്ന് പറയട്ടെ എന്ന്. നിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നത് എന്തിനാ? ജ്യോതിയുടെ കഴുത്തിൽ വേറൊരുത്തൻ താലിയിട്ടിരുന്നത് കാണിക്കാൻ അല്ലേ? അങ്ങനെ നീ അവളെ മറക്കാൻ, അല്ലാതെ ആ വിഷമം മനസ്സിൽ വെച്ച് കുടിക്കാനല്ല. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ? പോളേട്ടനോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? അയാൾ പറയട്ടെ, കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. എന്റെ പൊന്ന് സാറേ, അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഒരു കാര്യമില്ല. ഇവനും ഇവളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് ഒരേ ഫ്ലാറ്റിൽ താമസിക്കായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞ അവൾ ഇങ്ങോട്ട് പോന്നപ്പോ അവന്റെ തകർന്നു, തരിപ്പണായി. തകരും. വെറോനിക്ക് പോയപ്പോ ഞാനും തകർന്നതാ. വിഷമം തീർക്കാൻ ഇത്തിരി കുടിച്ചു, ഒന്ന് വീണു. അതിനെന്തിനാ പാട്ട് നിർത്തിയത്? അല്ല, ആഘോഷമായിട്ട് നടക്കട്ടെ. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞോ? നീ എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞോടല്ലോ. ഹലോ, വന്നു അല്ലേ? ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇന്നാണോ എത്തിയത്? അതെ. ഒരാറ്റം ബോംബ് വിട്ട് അവിടുന്ന് മുങ്ങിയില്ലേ? എന്റെ അവസ്ഥ വല്ല അറിയോ? എന്താ അവസ്ഥ? വളരെ മോശ. എന്നുവെച്ചാ പ്ലിന്ത് ഏരിയ നികത്താറായിട്ടില്ല. നിങ്ങൾ ആദ്യം ലിൻഡൽ വാർക്ക് മനുഷ്യ. ലിൻഡല മനസ്സിലായില്ലേ? ആ, ഏത് പശു ആണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. അത് കാര്യാക്കണ്ട. പതുക്കെ പതുക്കെ മെരുക്കെടുത്താ മതി. നീ ചായ കുടിച്ചേ? ചായ കുടിക്കാനൊന്നും അല്ല ഞാനിപ്പോ വന്നത്. വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾ കൊണ്ടുവാ. എടാ, ഇപ്പൊ റോൾസ് റോയ്സ് കാറാണെങ്കിലും ആദ്യമായിട്ട് ഗീറിടുമ്പോ ഒരു പിടുത്തുണ്ടാവും. കാറും പശുവൊന്നും അല്ലത്. ബുദ്ധിയും വിവരമുള്ളൊരു പെൺകുട്ടി അവള്. അവളുടെ അച്ഛന്റെ ഹാർട്ട് തകരാറിലായി. അതിന്റെ റിപ്പയറിംഗ് നടന്നുകൊണ്ടിരിക്കല്ലേ? ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവരെ മനഃപൂർവ്വം അപമാനിച്ചെന്നാണ് ജ്യോതി വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. അവൾ എങ്ങോട്ട് ഉപേക്ഷിച്ചു കളാ. ഇതാണോ അതിനുള്ള പ്രതിവിധി? വേറെ പ്രതിവിധി ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ഒരു പെണ്ണിനെ മോഹിച്ചു. വെള്ളം അടിച്ചിട്ടാണെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് നിനക്ക് അവളെ കിട്ടി. അതിന് നന്ദി പറയേണ്ടതിന് പകരം നീ എന്നോട് വഴക്കൂടാൻ വരിക. എന്തായാലും പോളേട്ടാ, നിങ്ങള് ജ്യോതിയുടെ മുമ്പിൽ ചെന്ന് പെടണ്ട. പെട്ടാലെന്താ? അവളെന്നെ പിടിച്ചു തിന്നോ? ഒന്ന് പോടാ അവിടുന്ന്. നിനക്കാ അവള് ഭാര്യ, എനിക്കാരാ അവള്? പൊന്നു മോനെ, ഈ പാലക്കൊന്നെ പോളിനെ വരട്ടല്ലേ.